വെൽക്കം ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14th December 2021 ന്യൂസുകളാണ്. ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഗവർണേഴ്സ് റോൾ, ബാങ്ക് NBFC കോ-ലെൻഡിങ്, സ്മാർട്ട്, UN ക്ലോസ്, ഇൻഫ്ലേഷൻ. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഗവർണേഴ്സ് റോൾ ഇൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യൻ പൊളിറ്റിയിലെ GS പേപ്പർ 2-ലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അല്ലെങ്കിൽ റോൾ ഓഫ് ഗവർണർ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളിലെ ഒന്നാണ് ഗവർണേഴ്സ് റോൾ ഇൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഗോപിനാഥ് രവീന്ദ്രനെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടന്ന ഒരു കോൺട്രവേഴ്സിയുമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഗവർണറുടെ യൂണിവേഴ്സിറ്റിയിലുള്ള റോളുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതായത് ആ ഒരു അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഗവർണറുടെ ഡിസിഷന് എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ഗവർണർ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ ആണ് എന്നുള്ളത് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യമാണ്. ഗവർണറിന്റെ പവേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിന്റെ ഒരു പാർട്ടാണ് എന്താണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുടെ ചാൻസലർ ആവുക എന്നുള്ളത്. അത് യൂണിവേഴ്സിറ്റി ഏതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിലാണെങ്കിലും അതിലേക്ക് വരുന്ന വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആരെയാണ്? ഗവർണറിന്റെ ഒരു ഐഡിയോളജി ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു അനുകമ്പയോട് കൂടിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി ഈ പറയുന്ന വൈസ് ചാൻസലേഴ്സിനെ പുറത്തു നിന്നുള്ള അപ്പോയിൻമെന്റ് കാരണം ഒരുപാട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഡിസ്പ്യൂട്ടുകൾ കാര്യങ്ങൾ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറിന്റെ റോൾ എന്തൊക്കെയാണെന്ന് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ആ സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റികളുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർ ആയിട്ടുള്ളത്. അതായത് നോർമലി ഗവർണർ വർക്ക് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസോട് കൂടിയാണെങ്കിൽ ചാൻസലറായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കീഴിലോ അല്ലെങ്കിൽ അവരുടെ ഇതിൽ നിന്നും ബാധകമല്ല, അദ്ദേഹം ഇൻഡിപെൻഡന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഡിസിഷൻസ് യൂണിവേഴ്സിറ്റി മാറ്റേഴ്സിന്റെ മുകളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് 2019 പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റർ ആയിട്ട് വരുന്നത്. അതായത് ഈ പറയുന്ന റോള് അല്ലെങ്കിൽ ഇവരുടെ പ്രിസൈഡിങ് കോൺവക്കേഷൻസ് അല്ലെങ്കിൽ ചാൻസലേഴ്സ് ഇതിനെയൊക്കെ എന്താണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ കപ്പാസിറ്റിയിലാണ്. ഒരു വിസിറ്റർ എന്ന പ്രസിഡന്റിന്റെ കപ്പാസിറ്റിയിലാണ്. സിമിലർലി ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിനെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറെ നിയമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിസിറ്റർ ഓഫ് ദ പാനൽ പിക്ക് ചെയ്യുന്ന നെയിം, ആ ഒരു നെയിമിനനുസരിച്ചിട്ടാണ് അവിടുത്തെയും വൈസ് ചാൻസലറെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ സിമിലർലി ഇവിടെ ഗവർണർ ആയിരിക്കണം അത് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇനി നോർമലി ഉള്ള ഗവർണറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് എന്താണെന്ന് നോക്കാം. 2 റോളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഗവർണർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് പ്രകാരമായിരിക്കും വർക്ക് ചെയ്യുക. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് യൂണിയൻ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഇടയിലുള്ള ഒരു വൈറ്റൽ ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 153 പറയുന്നത് പ്രകാരം എല്ലാ സ്റ്റേറ്റിനും എന്താണ് ഒരു ഗവർണർ ഉണ്ടായിരിക്കണം. ചില സമയങ്ങളിൽ ഒരു ഗവർണറിന് തന്നെ 2 അതിലധികമോ സ്റ്റേറ്റ്സിനെ കോമൺ ആയിട്ടും അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇത് അപ്പോയിൻമെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 163 പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് CM ആണ് എന്ത് പറയുന്നത് ഗവർണറിനെ അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ചില ഡിസ്ക്രിഷൻ അല്ലാത്ത കേസുകളിൽ എന്ത് റോൾ ചെയ്യണം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ഗവർണറിനെ അഡ്വൈസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 163 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് CM ആണ് അത് തീരുമാനിക്കുന്നത്. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണറിന്റെ അസെന്റ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ബില്ലുകൾ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് അയക്കാനും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബില്ലുകളെ ഈ പറയുന്ന അസെന്റുകൾ ഗവർണറിന്റെ അസെന്റ് ചെയ്യണോ അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യണോ റിസർവ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർട്ടിക്കിൾ 200 പ്രകാരം കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 213 പ്രകാരം ഗവർണർക്ക് എന്ത് ചെയ്യാം? ഓർഡിനൻസസും പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗവർണേഴ്സിന്റെ റോളെങ്കിലും ഒരുപാട് കോൺട്രവേഴ്സീസ് ഈ പറയുന്ന ഗവർണർ റോളുമായിട്ട് വരാറുണ്ട്. ചില സമയങ്ങളിൽ സെൻട്രലിന്റെ പവർ അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അവർ സെൻട്രൽ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്ന മാതിരിയുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബയസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ടാവും. ഗവർണേഴ്സിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി പ്രകാരം അവർ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം പല ഗവർണേഴ്സിനും വയലേഷൻസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിനെ മാത്രം ഫേവർ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 അല്ലെങ്കിൽ പ്രസിഡന്റ് റൂളിന്റെ പവർ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം.
അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ഗവർണർ പോസ്റ്റിങ്ങിൽ വരുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല കമ്മീഷൻസും സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം പുഞ്ചി കമ്മീഷൻ 2010 പറയുന്നത് എന്താണ്? ഗവർണറിനെ സ്റ്റേറ്റിന് ഇംപീച്ച് ചെയ്യാനുള്ള ഒരു പവറും കൂടി കൊടുക്കണം. അതുപോലെ തന്നെ ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ചീഫ് മിനിസ്റ്ററിൻ്റെ അനുമതിയോട് കൂടി ആയിരിക്കണം എന്നുള്ളത് കൂടി ആ ഒരു കമ്മീഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 യൂസ് തീർച്ചയായിട്ടും എന്താണ്, അത് അമെൻഡ് ചെയ്യണം. അതിൽ പ്രോപ്പറായിട്ട് വളരെ റയറായിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് കൂടി പുഞ്ചി കമ്മീഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ARC, രാജ്മന്നാർ കമ്മിറ്റി, അതുപോലെ തന്നെ ജസ്റ്റിസ് വി ചെല്ലയ്യ കമ്മീഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കമ്മീഷൻസ് ഒരുപാട് നല്ല റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡിസ്ക്രിഷണറി പവേഴ്സിൻ്റെ മുകളിലൊക്കെ എന്താണ് അവർ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയോളജി അവർ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് NBFC ആൻഡ് കോ ലെൻഡിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ബാങ്ക് NBFC കോ ലെൻഡിങ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ GS പേപ്പർ 3 ബാങ്കിങ് സെക്ടേഴ്സ് ആൻഡ് NBFCസിൽ വരുന്നതാണ്. റീസെൻ്റ്ലി പല ബാങ്കുകൾ എന്താണ് കോ ലെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ അഗ്രിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അല്ലെങ്കിൽ NBFCസും അത്തരം കാര്യങ്ങൾ എന്താണ് ഇവർ രണ്ടുപേരും ചേർന്ന് ലെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരണയായിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന കോ ലെൻഡിങ് മോഡൽ ഒരു പ്രയോർ അഗ്രിമെൻറ്റിൽ 2020 അഗ്രി ചെയ്തതുമാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതിന് ഒരുപാട് ക്രിറ്റിസിസംസ് നിലവിൽ കൊള്ളുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ കോ ലെൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. 2018 സെപ്റ്റംബറിലാണ് RBI എന്ത് ചെയ്ത് കോ ഒറിജിനേഷൻ ഓഫ് ലോൺസ് ബൈ ബാങ്ക്സ് ആൻഡ് NBFCs പ്രയോറിറ്റി സെക്ടേഴ്സിന് ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരമൊരു കാര്യം യൂസ് ചെയ്യാമെന്ന് സെപ്റ്റംബർ 2018 പറഞ്ഞു. കോ ലെൻഡിങ് അല്ലെങ്കിൽ കോ ഒറിജിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക്സ് അല്ലെങ്കിൽ നോൺ ബാങ്കുകൾ എന്ത് ചെയ്യും, ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ട് ജോയിൻറ്റ് കോൺട്രിബ്യൂഷനിലൂടെ പ്രയോറിറ്റി സെക്ടേഴ്സിന് ലെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന കോ ലെൻഡിങ് എന്ന് പറയുന്നത്. ലേറ്റർ അവർ അതിൻ്റെ ഗൈഡ് ലൈൻസ് 2020 എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ക്രെഡിറ്റിൻ്റെ ഫ്ലോ ഇംപ്രൂവ് ചെയ്യുക. അത് തീർച്ചയായിട്ടും അൺസെർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഡിസർവ്ഡ് ആയിട്ടുള്ള എക്കണോമിക് സെക്ടേഴ്സിലേക്ക് കൂടുതൽ ക്രെഡിറ്റ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് കോ ലെൻഡിങ് മോഡൽ എന്ന് പറയുന്നത്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിനെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന കോ ലെൻഡിങ് മോഡൽ കൂടുതൽ ലെവറേജ് കാര്യങ്ങൾ അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ ഈ പറയുന്ന കൊളാബറേറ്റീവ് എഫക്റ്റിലൂടെ കൊടുക്കും. ലൈക്ക് ഫണ്ട് ലോവർ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, ബാങ്കിൽ നിന്നുള്ള ഫണ്ടുകൾക്ക് ലോവർ കോസ്റ്റ് വരും. അതുപോലെ തന്നെ NBFCയുടെ ഒരു ഗ്രേറ്റർ റീച്ചും നമുക്കിതിൽ കാണാവുന്നതാണ്. പക്ഷേ കോ ലെൻഡിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ചില റിസ്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ റിസ്കുകൾ എന്ന്? ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് മേജർ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് ദ ബാങ്ക്സ്. ഈവൻ ഈ പറയുന്ന ആൾക്കാർ ചേർന്ന് കൊടുത്താണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാത്ത പക്ഷത്തിൽ അതിൻ്റെ 80% റിസ്ക് കിടക്കുന്നത് തീർച്ചയായിട്ടും ആരുടെ കേസിലാണ്? അത് റീറ്റെയിൻ ചെയ്തെടുക്കേണ്ടി വരുന്നത് ബാങ്കുകളാണ് എന്നതാണ്. അതുപോലെ തന്നെ ബാങ്കിങ്ങിലേക്ക് കോർപ്പറേറ്റുകൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നവും നമുക്ക് കാണേണ്ടതാണ്. അതുപോലെ തന്നെ NBFCs അവർ പറഞ്ഞാൽ പോലും എത്രത്തോളം ഈ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ അല്ലെങ്കിൽ സ്മാർട്ട്. GS പേപ്പർ 3 ഡിഫൻസ് ടെക്നോളജിയിൽ വരുന്നൊരു കാര്യമാണ്. റീസെൻ്റ്ലി DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ സിസ്റ്റം അല്ലെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്നത് വീലർ ഐലൻഡ് ഒഡീഷയിൽ നിന്നും ലോഞ്ച് ചെയ്യുകയുണ്ടായി. എന്താണ് ഈ പറയുന്ന സിസ്റ്റം എന്നുള്ളത് നോക്കാം. ഇതൊരു മിസൈൽ അസിസ്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആൻറ്റി സബ്മറൈൻ ടോർപിഡോ സിസ്റ്റമാണ്. അതായത് അല്ലെങ്കിൽ ഇതിനെ കോമൺലി നമുക്ക് ഒരു ആൻറ്റി സബ്മറൈൻ വാർഫെയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു കാനിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള മിസൈൽ സിസ്റ്റമാണ്. ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ സിസ്റ്റമാണ്. നിന്നുകൊണ്ട് തന്നെ ടോർപിഡോ ഡെലിവറി ചെയ്യാൻ കെൽപ്പുള്ള ഒന്നാണ് ഈ പറയുന്ന സ്മാർട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്മാർട്ട് നമുക്ക് നോർമൽ വാർഷിപ്പുകൾ അല്ലെങ്കിൽ ട്രക്ക് ബേസ്ഡ് ആയിട്ടുള്ള കോസ്റ്റൽ ബാറ്ററീസിനോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ടേക്ക് ഓഫ് ചെയ്യാം. ഒരു റെഗുലർ സൂപ്പർസോണിക് മിസൈൽ പോകുന്ന രീതിക്ക് തന്നെ അത് പോയിക്കൊണ്ടിരിക്കും. മോസ്റ്റ് ഓഫ് ദ ഫ്ലൈറ്റ് അത് എങ്ങനെയായിരിക്കും, എയറിൽ തന്നെ ആയിരിക്കും, പക്ഷെ അത് ലോവർ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയതിന് ശേഷം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലിങ്കിങ് ഡാറ്റാസ് കാര്യങ്ങൾ വാർഷിപ്പിലേക്ക് അല്ലെങ്കിൽ എയർബോൺ ആയിട്ടുള്ള സബ്മറൈൻസിലേക്കോ അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ
ഓട്ടോമാറ്റിക്കായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കും. കോസ്റ്റലായിട്ടുള്ള സബ്മറൈനിൽ എത്ര ദൂരത്താണ്, അതിൻ്റെ ഫ്ലൈറ്റ് പാത്ത് എന്താണ്, അതിൻ്റെ മിഡ് വേ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൺവേ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് പോയി കഴിഞ്ഞ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വരുന്ന സമയത്ത് എന്താണ്, സബ്മർജ്ഡ് ആയിട്ടുള്ള സബ്മറൈനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാണ്. ആ നേരത്താണ് ടോർപിഡോ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഇജക്ട് ചെയ്യുന്നത്. ടോർപിഡോ എന്ന് പറയുന്നത് നോർമലി ഒരു സിഗാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സെൽഫ് പ്രൊപ്പൽ ചെയ്യുന്ന ഒരു അണ്ടർ വാട്ടർ വെപ്പനാണ്. നോർമലി അത് ലോഞ്ച് ചെയ്യാറ് നമ്മൾ സബ്മറൈൻസിൽ നിന്നും കാര്യങ്ങളാണ്. ഈ പറയുന്ന സബ്മറൈൻസിനെ തന്നെ നശിപ്പിക്കാം, മറ്റു എനിമി സബ്മറൈൻസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ടോർപിഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കുറച്ചുകൂടി അകലേക്ക് അയക്കാൻ, കുറച്ചുകൂടി ഐഡൻറ്റിഫിക്കേഷൻ അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മിസൈൽ അസിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അയക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഹെവി വെയിറ്റ് ഷിപ്പിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു ആൻറ്റി സബ്മറൈൻ ഇലക്ട്രിക് ടോർപിഡോ എന്ന് പറയുന്നത് വരുണാസ്ത്രയാണ്. അതുപോലെ തന്നെ ഇത്രയും ഈ പറയുന്ന ആൻറ്റി സബ്മറൈൻ വാർഫെയറിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് പല പ്രൊജക്റ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് 28 2003 വന്നതാണ്. അത് പ്രകാരം ചില ആൻറ്റി സബ്മറൈൻ വാർഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. INS കമോത്ര, INS കദ്മത്ത്, കിൽത്താൻ കാവരത്തി എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് 75 ഇന്ത്യൻ നേവിയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിലും 6 സ്കോർപ്പിയൻ ക്ലാസ് അറ്റാക്ക് സബ്മറൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് 75 ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള സബ്മറൈൻസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ഈ ഒരു ഡിഫൻസ് ടെക്നോളജി ഏരിയയിൽ പുതിയതായിട്ട് വന്നൊരു കാര്യമാണ്. അത് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UNCLOS GS പേപ്പർ 2 ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ്. ആ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്താണ്, ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോഴും റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ IOR ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മാരിടൈം ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺസും കൂടുതൽ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് UNCLOS 1982 വന്നതാണ്. അതിനെ എന്ത് ചെയ്തു, ഇന്ത്യ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തത്. ഈ UNCLOSന്റെ ഒരു സ്റ്റേറ്റ് പാർട്ടി എന്ന നിലയിൽ ഇന്ത്യ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ലീഗൽ ഓർഡർ ഈ പറയുന്ന സീസിലും ഓഷ്യൻസിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു മാരിടൈം ഏരിയയിൽ ഒരു കോർപ്പറേഷനും റീജിയണൽ ആയിട്ടുള്ള ആൾക്കാരും ചേർന്നിട്ടുള്ള ഒരു കോർപ്പറേഷന് കൂടി വേണ്ടിയിട്ട് ഇന്ത്യ എന്താണ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന് പറഞ്ഞ് സാഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ്സ്, നാവൽ ഷിപ്പുകൾ അയക്കുക, എയർക്രാഫ്റ്റുകൾ അയക്കുക, മെറൈൻ ഡൊമൈനിൽ ഒരു അവയർനെസ് കൊണ്ടുവരിക, പ്രോപ്പറായിട്ടുള്ള ഒരു മാരിടൈം സെക്യൂരിറ്റി കൊടുക്കുക, എന്തെങ്കിലും കണ്ടിജൻസീസ് വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അഡ്രസ്സ് ചെയ്യുക. ഇത്തരം രീതിയിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇന്ത്യ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. UNCLOS എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അത് അഡോപ്റ്റ് ചെയ്തതും സൈൻ ചെയ്തതും 1982 എഫക്റ്റീവ് ആവുന്നത് 1994 തൊട്ടിട്ടാണ്. മുന്നുണ്ടായിരുന്ന 4 ജനീവ കൺവെൻഷൻസ് ഓഫ് ഏപ്രിൽ 1958 റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന UNCLOS വന്നത്. അപ്പോൾ അത് പ്രകാരം ടെറിട്ടോറിയൽ സീ അല്ലെങ്കിൽ കണ്ടിജിയസ് ആയിട്ടുള്ള സോൺ, കോണ്ടിനെൻ്റൽ ഷെൽഫ്, ഹൈ സീസ്, ഫിഷിംഗ്, അങ്ങനെയുള്ള പല ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതായിരുന്നു 4 ജനീവ കൺവെൻഷൻസ് ഓഫ് ഏപ്രിൽ 1958. അപ്പോൾ ഈ ഒരു സ്ലൈഡ് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കോണ്ടിനെൻ്റൽ ഷെൽഫ്, ഹൈ സീസ്, ഫിഷിംഗ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇൻ ഹൈ സീസ്, അതുപോലെ തന്നെ കണ്ടിജീനസ് സോൺ, ഇങ്ങനെ ഡിഫറെൻറ്റ് സോണുകളുണ്ട്. അതായത് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സീ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ സീ ആണ്. അതിനുശേഷം 24 നോട്ടിക്കൽ മൈൽ വരെയുള്ളത് കണ്ടിജീസ് സോണും, അതിനുശേഷം വരുന്നത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. 12 to 200 നോട്ടിക്കൽ മൈൽ വരുന്നതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള സീസാണ് 200 നോട്ടിക്കലിന് മുകളിലുള്ള സീനെയാണ് നമ്മൾ ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ് ഹൈ സീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പ്രകാരം ഈ പറയുന്ന UNCLOS എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീഗൽ ഫ്രെയിം വർക്കാണ്. മറൈൻ അല്ലെങ്കിൽ മാരിടൈം ആക്ടിവിറ്റീസിൽ നിലകൊള്ളുന്ന ഒരു ലീഗൽ ഫ്രെയിം വർക്കാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഈ പറയുന്ന മറൈൻ ഏരിയാസിനെ 5 മെയിൻ സോണുകളായിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്, ടെറിട്ടോറിയൽ സീ, കണ്ടിജിയസ് സോൺ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആൻഡ് ദ ഹൈ സീസ്. അങ്ങനെ 5 ക്ലാസിഫിക്കേഷനാണ് അവർ ഈ മറൈൻ റീജിയന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഈ പറയുന്ന UNCLOS ആണ് ഓൺലി ഇൻ്റർനാഷണൽ കൺവെൻഷൻ. എന്തിനു വേണ്ടിയിട്ട്, ഈ പറയുന്ന മാരിടൈം സ്പേസസിലുള്ള സ്റ്റേറ്റ് ജൂറിഡിസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട്.
തീർച്ചയായിട്ടും അതിൻ്റെ പാർട്ടായിട്ട് 3 ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ, ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി, ദ കമ്മീഷൻ ഓൺ ദ ലിമിറ്റ്സ് ഓഫ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. അങ്ങനെ 3 ഓർഗനൈസേഷൻസ് കൂടി ഈ ഒരു കൺവെൻഷൻ പ്രകാരം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GS പേപ്പർ 3-ലെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ പാർട്ടായിട്ട് വരുന്ന ഒന്നാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നവംബറിലും 4.91 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് എത്തിയേക്കണം. 4.91%. ഈവൻ 4.48 കഴിഞ്ഞ മാസത്തെ ഒക്ടോബറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 4.48 ആയിരുന്നു. അതിനെയും ക്രൂസ് ചെയ്തുകൊണ്ടാണ് 4.91 എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന ഇൻഫ്ലേഷൻ കാര്യങ്ങൾ കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ്, പ്രൈസസിൽ വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. വെജിറ്റബിൾ പ്രൈസസ് ഒക്കെ കഴിഞ്ഞ മാസത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7.45% പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രഷർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അപ്വേർഡ് പ്രൈസ് പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്മോഡിറ്റിയുടെ മുകളിലുള്ള കോസ്റ്റ് കൂടും. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനെ അത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അത് ഏകദേശം 12.54% ആണ് ഒക്ടോബറിൽ വന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, RBI ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ RBIയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. എന്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ബാങ്കിങ് പോളിസിയാണ്. അതായത് അവരുടെ മോണിറ്ററി പോളിസി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് എപ്പോഴും അച്ചീവ് ചെയ്യുന്നതാണ് ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. ഈ പ്രൈസ് സ്റ്റെബിലിറ്റി നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസിബിളായിട്ട് ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തണം ഇതിന് വേണ്ടിയിട്ട് നടത്തുന്ന സെൻട്രൽ ബാങ്ക് പോളിസിയാണ് ഇതെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നമുക്കൊരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്ക് ഉണ്ട്. 2016 RBI ആക്ട് 1934 അമെൻമെൻറ്റ് ചെയ്ത് അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഒക്കെ ആയിട്ടുണ്ട്. ആരാണ് ഈ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്? RBIയുടെ അമെൻഡ് ചെയ്ത ആക്ട് പ്രകാരം ഇൻഫ്ലേഷൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്കിൻ്റെ കൺസൾട്ടേഷനോട് കൂടി ഓരോ 5 വർഷത്തേക്കുമാണ് അത് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓരോ 5 വർഷം ഇവരെന്ത് ചെയ്യും, റിസർവ് ബാങ്കുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ഇത് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് 4% ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ 4% ഇൻഫ്ലേഷനാണ് ടാർഗറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന August 5 തൊട്ട് 2016 തൊട്ട് March 31, 2021 വരെയാണ്. ഈവൻ അതൊരു 6% വരെ ഒരു അപ്പർ ടോളറൻസ് ലിമിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവർ ടോളറൻസ് ലിമിറ്റ് 2% ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഫിക്സ് ചെയ്തേക്കുന്നത് 4%. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് തീർച്ചയായിട്ടും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാക്കേണ്ട. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നല്ലൊരു എക്കണോമി ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. കാരണം അപ്പോഴേ മാത്രമാണ് എന്തുണ്ടാവുന്നത്, ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത 5 കാര്യങ്ങളാണ്. ഗവർണേഴ്സ് റോൾ എസ്പെഷ്യലി യൂണിവേഴ്സിറ്റിയുടെ കേസിലാണ്. അതുപോലെ തന്നെ ബാങ്ക് NBFC കോ ലെൻഡിങ് എന്ന് പറയുന്നത്, DRDO ടെസ്റ്റ് ചെയ്ത പുതിയ ടോർപിഡോ, അതുപോലെ തന്നെ UN ക്ലോസ്, ഇൻഫ്ലേഷൻ, ഇങ്ങനെ 5 ടോപ്പിക്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.